ഗായ്സ് വെൽക്കം ടു എപ്പിക് ഗെയിമിംഗ് വേൾഡ്. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം നമ്മൾ ആ ഫാം മൊത്തം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഗൈസ് എന്നിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാനൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയപ്പോൾ ആ ഫാം വർക്കാകുന്നില്ല. ചുമ്മാ പറഞ്ഞു ഗൈസ്, ഈ ഫാം കൊടുക്കുന്നത് വർക്ക് ചെയ്യാം. കണ്ട ഗൈസ്, നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ ഒരു തേങ്ങാക്കൊലിയും മനസ്സിലാവുണ്ടാവില്ല. എനിക്കൊന്നും പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. ഫാം ഉണ്ടാക്കുന്നത് ഞാനാണെങ്കിലും എനിക്കൊന്നും മനസ്സിലായില്ല, സത്യം പറയാം. നമ്മളിന്ന് പ്രത്യേകിച്ച് അതൊക്കെയാണ് ഗൈസ് ചെയ്യാൻ പോണേ. ഗൈസ് മൈൻക്രാഫ്റ്റ് സെറ്റിങ്സ് ഒക്കെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നും പോയി കണ്ടു. പണി ഒന്നുമില്ലാണ്ട് ഇരിക്കല്ലേ. ഇപ്പോഴല്ലേ സെറ്റായോ. നമ്മളൊരു വാട്ടർ എലിവേറ്റർ വെച്ചു. പക്ഷേ ഇതൊന്നും ആ ഫാമിൻ്റെ ട്യൂട്ടോറിയലിൽ ഇല്ലാത്തതാണ്. ഇതൊക്കെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആണ്. എൻ്റെ കുറച്ച് ഇതുണ്ടായിട്ട് കുറച്ച് ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ റേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഫാമിൻ്റെ മൊത്തമുള്ള റേറ്റ്. ഗൺ പൗഡർ ഷുഗർ കെയിൻ ഞാൻ ഇതുണ്ടാക്കാൻ കൊണ്ട് വെച്ചാണ് ഗൈസ്. പിന്നെ ഞാനൊരു അയണില്ലാത്ത ഇതിൽ ഞാനൊരു ഹോട്ടർ എടുത്ത് ഇതിന് ഡബിൾ ടെസ്റ്റ് ഒക്കെ കുറച്ചുകൂടെ സ്ഥലം കിട്ടില്ല വേണം ഗൈസ്. ഞാൻ പൊട്ടനും തന്നെ. ഇത് പതിയെ എവിടെയൊക്കെ ഒന്ന് ആയിക്കോളും. ഇനി നമ്മുടെ ഈ ഫാമിന് കുറേ ചവറ് കിട്ടും ഗൈസ്. ഇപ്പോൾ കണ്ട ഗൈസ് അവിടെ നിന്ന് മഴ പോലെ ഒന്ന് വീഴാണ് ആൾക്കാർ. അത് അവിടെ ലൈറ്റ് വെച്ചാൽ സ്പോണിങ് കുറയും, അതുകൊണ്ടാണ് അവിടെ ഡാർക്ക് ആയിരിക്കണേ. അല്ലാതെ എനിക്ക് അതിന് 20 മിനിറ്റ് കൃത്യമായിട്ട്. മൈൻക്രാഫ്റ്റ് നൈറ്റ് എന്ന് പറയുമ്പോൾ 10 മിനിറ്റ് നൈറ്റ് 10 മിനിറ്റ് രാവിലെയാണ്. അങ്ങനെ ഒരു ദിവസം മൊത്തം നിന്നപ്പോഴേക്ക് ഇത്ര കിട്ടി ഗൈസ്. ഞാൻ ഫോൺ വെച്ചിട്ട് അങ്ങോട്ട് പോയി ഗൈസ്. അപ്പം കിട്ടിയതാണ് ഗൈസ് ഇത്ര എൻ്റെ പണി ഗൈസ്. നമ്മളെന്താ ചെയ്യേണ്ടത്? ഈ ട്രൈഡൻ കിറർ ഓൺ ആക്കുക, അത് ഇവിടെ അങ്ങോട്ട് നിൽക്കുക ഗൈസ്. സിമ്പിൾ പരിപാടിയാണ് ഗൈസ്. അപ്പോൾ XP വരും ഗൈസ്. ചിലപ്പോൾ ആ ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈക്കും കൂടെ സാധനങ്ങൾ വരും. അപ്പോൾ നമ്മുടെ ഇൻവെർട്ടറിൽ നിറച്ചങ്ങ് വെച്ചാൽ മതി. അങ്ങനെ നമ്മുടെ മഴയൊക്കെ തുടങ്ങിയിരിക്കുന്നു. ഇതെവിടെ തോന്നുന്നു? അയ്യോ വെള്ളത്തിപ്പെട്ടെ ഗൈസ്. XP വരണണ്ടാ. ആ മെൻറ്റ് ചെയ്യങ്ങട് ഗൈസ്. ഗൈസ് ഇതെവിടെ വന്നത് എനിക്കറിയില്ല. ഇപ്പം ഈ സാധനം അപ്പോൾ ഇത് ഈ ഫാം പറക്കാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് ഇതിലിപ്പോൾ 16 ലെയേഴ്സ് ഉണ്ട് ഗൈസ്. ഇതേപോലത്തെ ലെയേഴ്സ്. പിന്നെ ലെയേഴ്സിൻ്റെ ഉള്ളൊക്കെ ഇവന്മാർ സ്പോൺ ആവും ഗൈസ്, ഈ സോംബികൾ. അപ്പോൾ സ്കേഫോർഡിങ്ങിൻ്റെ അടിയിൽ സ്പോൺ ആവും ഗൈസ്. ലൈറ്റല്ല, സ്കേഫോർഡിങ്ങിൻ്റെ അടിയിൽ സ്പോൺ ആവുമ്പോൾ സ്കേഫോർഡിങ്ങിൻ്റെ അടിയിൽ സ്പോൺ ആവും. എന്നിട്ട് ആ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ അവന്മാർ നീങ്ങി പോയി നമ്മുടെ കില്ലിങ് ചെയ്യാൻ. അപ്പോൾ ഇതിങ്ങനെ കുറേ ലെയേഴ്സ് ഉണ്ട് ഗൈസ്. സത്യം പറയാം ഇതിനൊന്നും ഹെൽപ്പ് ചെയ്യാം ഗൈസ്. ഏതാണ്ടൊക്കെ ഹെൽപ്പ് ചെയ്തു ചെറുതായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തു. നെജോട്ടിൽ ഞാനാണ് ചെയ്തത്. കം ഹിയർ അബി, കം ടു ദുബായ്. എൻ്റെ ഫാമിക്ക് പറയൂ. ഇത് പെട്ടാണ് പെട്ടെന്ന് ചവർ കൊണ്ട് നിറയും കഴിക്കും നമ്മുടെ ഇത് ഇൻവെൻട്രി. നമ്മുടെ ഇൻവെൻട്രി ചവർ കൊണ്ട് നിറയേണ്ടതാണോ നിങ്ങൾ പറ. ഈ ഫാം ഓഫാക്കുക, നമ്മളങ്ങോട്ട് അടിക്ക് പോവുക, അത് മാത്രമാണ്. പതുക്കെ വരുന്നുണ്ട് നമ്മുടെ സാധനങ്ങൾ. കൊടുക്കുക അതിനാണ് അവിടെ വരുമ്പോൾ മറ്റേ ടെസ്റ്റ് എടുക്കുക. അവിടെ ഡാർക്ക് ആയിരിക്കണമെന്ന് നിങ്ങൾ നോക്കണ്ട. നമ്മുടെ അടിയിൽ മാക്മ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത്ര ഡാമേജ് കൊടുക്കണേ. പിന്നെ ഇതിൻ്റെ മുകളിൽ എന്തിനാണെന്ന് പറയുക ഇത്രയും വലിയൊരു സാധനം. അത് ഇവിടെ നൈറ്റ് ആയിരിക്കാനാണ് ഗൈസ്. അപ്പം എന്നാലും ഇവിടെ ഡാർക്ക് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇവന്മാർ സ്പോൺ ആവുള്ളൂ ഗൈസ്.
സെറ്റ് ഫാമാണ് ഗൈസ്. 10 മിനിറ്റ് നിന്നാൽ ഇതിൻ്റെ പകുതി കിട്ടും. ഗൈസ് നമുക്ക് ഫുഡ് എടുത്ത് ഫുഡ് കൺപോർട്ട് ഉണ്ടാക്കും. നിങ്ങളൊക്കെ വെയിറ്റിംഗ് ആണ് എൻ്റെ ഫാമിന് വേണ്ടി ഗൈസ്. ഞാൻ തന്നെ വെയിറ്റിംഗ് എൻ്റെ ഫാമിന് വേണ്ടി. ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ആരും കാണുന്നത് എനിക്കിങ്ങനെ 60 സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് ഡൗട്ട്. നിങ്ങളെ കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്താണോ? അത് വേണ്ട എന്നിട്ട് നമ്മൾ എനിക്ക് റോക്കറ്റ് ഞാൻ ഉണ്ടാക്കാൻ പോവാ. ഇത് വേണ്ട. ഈ ബോട്ടിലൊക്കെ ഞാൻ എന്തിനാണോ ഈ ബോട്ടിൽ വെള്ളം കുറച്ച് ഉണ്ടായിരുന്നു. നമ്മളിവിടെ വിച്ച് പോണാവും ഗൈസ്. വില്ലേജസ് പോണതിൻ്റെ ഏതാണ് ഞാൻ കൊച്ചിട്ടാണ്. ഞാൻ ചെപ്പോ എൻ്റെ ബാഗൊക്കെ അവിടെ പോണേ. ബാഗ് ഇത്രയും ഹാർഡസ്റ്റ് ഫാം ഇതൊന്നും ആയിരിക്കില്ല കഴിച്ചു. ഇതൊക്കെ ജസ്റ്റ് ഒരു തുടക്കമല്ലേടാ, ജസ്റ്റ് ഒരു ബിഗിനിങ്. നമ്മുടെ പ്രൊജക്ട് ബോർഡ് നിങ്ങൾ കണ്ടില്ലല്ലോ, ഇത് മൊത്തം വലിയ നിങ്ങൾക്കും അയ്യോ മോഫാം മറ്റേ ടെസ്റ്റ് പോലത്തെ മോഫാം. എല്ലാവരും ന്യൂബ്സ് ഉണ്ടാക്കുന്ന മോഫാം. നമ്മളെപ്പോലെ എപ്പിക്കുകൾ എന്തായാലും ഉണ്ടാക്കുക. ഇതേപോലത്തെ സെറ്റ് ഫാമുകളായിട്ടുണ്ട്. സെറ്റ് അപ്പം അതുകൊണ്ട് കഴിച്ച് ഇതേപോലത്തെ ഫാംസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യല്ലേ, സബ്സ്ക്രൈബ് ചെയ്യും. ഒന്ന് ഫാം വരാം ഗൈസ്. എനിക്ക് എത്ര ഫാമുകളുണ്ടോ അത്രയും ഞാൻ ഇത് ചെയ്യും. 10 കൊണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് 60 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ 60 0 വിലയില്ലാത്തതുകൊണ്ട് 0 മാറ്റി. മച്ചാനെ നീ നമ്മളിങ്ങോട്ട് പാടാ. നമ്മുടെ അയ്യോ നൈറ്റ് ആൻവിലൊക്കെ കെട്ടിപ്പൊക്കെ ഇങ്ങോട്ട് പോവാ. നമ്മളിവിടെയാണ്. മച്ചാനെ നീ ഇങ്ങനെ നിങ്ങളുടെ ഫാമിക്ക് പോവാ ചുമ്മാ. അത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയത്. റോക്കറ്റ് ഒന്നും വേണ്ട. ഇവിടെ വാട്ടർ എലിവേറ്റർ ഉണ്ട്. ഇവിടെ ഇത് പാവത്തിനും വരാം. എനിക്ക് റോക്കറ്റ് ഉണ്ടായിട്ടല്ലേ ഗൈസ് ഞാൻ ജീവിക്കണേ. എന്തും അവിടെ കുറേ സംഭവങ്ങൾ പോണ ഗൈസ്. പിന്നെ തൊട്ടടി അടുത്താണ് ഈ നമ്മുടെ നിന്റെ ഭാഗത്തിന് ഒന്നും തരില്ല. തങ്ങളുടെ അപ്പുറത്ത് കയറുന്നത് ഏത് എൻ്റെ ഫോൺ അത് മറ്റേ മോമോ ഫോണിൻ്റെ അടി നിൽക്കുന്നുണ്ട്. അതായത് ഈ ഫോം ലാഗിൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ മറ്റേ വേൾഡിൻ്റെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊക്കെ നോക്കാം ഗൈസ്. ഈ ഫോം എങ്ങനെ കൊടുക്കാൻ മതി നിങ്ങൾക്ക്? അതിനല്ലേ നമ്മുടെ യൂട്യൂബ്. എൻ്റെ വീഡിയോ കൂടെ എടുത്ത് കണ്ടാൽ മതി. നിങ്ങൾ വീഡിയോ ഡൗൺലോഡൊന്നും വേണ്ട അല്ലേ, ചുമ്മാ നിങ്ങൾ വീഡിയോ ഡൗൺലോഡ് തരാം. ഗൺ പൗഡറൊക്കെ പോണേ ഗൈസ്. ഇന്ന് നമുക്ക് TNT ഒക്കെ ഉണ്ടാക്കി ഒറ്റ ഇതാ ഞാൻ ഇനി വീടിൻ്റെ അടുത്ത് കൊടുക്കാം. ഇത് വേണ്ട കേട്ടോ. പക്ഷേ ഇപ്പോൾ 1.21 ആണ് ഓട്ടോക്രാഫ്റ്റ് ഉണ്ടാക്കുക. ഞങ്ങൾ കഷ്ടപ്പെടേണ്ടി വരില്ല. നമുക്ക് ഇതിന് പൗഡറൊക്കെ എടുത്ത് ഇതിൻ്റെ തന്നെ വെക്കാൻ വേണ്ടി നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും ഹ്യൂജ് ട്രിപ്പ് പോവുകയാണെങ്കിൽ നമുക്ക് ഇത് നോക്കാം. വെച്ചോ അവിടെ കുറച്ച് ആൾക്കാർ പോകണം ഇടയ്ക്ക്. ഞാൻ എന്തിനാ ഫാം ഉണ്ടാക്കി? എനിക്ക് ഇത് വേണം അല്ലേടാ. ഏയ് ഞാൻ ഉണ്ടാവില്ല.
ഷിഫ്റ്റ്നെസ് പോർഷനൊക്കെ കിട്ടും നമുക്ക് എവിടെ നിന്നാണോ ഷിഫ്റ്റ്നെസ് എന്തിനാ? നമുക്ക് സ്പീഡില് ഷിഫ്റ്റ്നെസ് നല്ലല്ലോ. എന്തോ നമുക്ക് പോകണം ഇഷ്ടം പോലെ കിട്ടിയിട്ട് ഒരു 20 മിനിറ്റ്സ് കൊണ്ട് സെറ്റാണ്. ഇത് ഇനി 2 സൈഡുകളൊക്കെ ഉണ്ട്. നമുക്ക് വേറെ ഫ്യൂച്ചറിൽ രണ്ടും നോക്കും. ഫ്യൂച്ചറാണ് ഗൈസ്. ഫ്യൂച്ചർ ചിലപ്പോൾ അത് ഉണ്ടാക്കാണ്ടിരിക്കാം. നിന്നെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. നീ പഠിച്ചാ സാധനം നോക്കാണ്ട് തോട്ടുണ്ടോ? ഇല്ല. ഫുഡ് ഈ തോട്ടം വെക്കി ഞാൻ അറിഞ്ഞല്ലോ. തോട്ടണ്ടാ ഹെൽത്താണല്ലോ. വെയിറ്റ്, ബെഡ് വെക്കിയേ. തോട്ടം കൂടി എങ്ങനെയാണ് ചാവുക? പഠനം പല്ലേ വേണം. അത് പുതിയ ഫുൾ ഹാർട്ടല്ല. അടി വെറും 3 അടി സില്ലി. ഇത് കഴിഞ്ഞ് ഞാൻ പാണം കിട്ടാണെങ്കിട്ടില്ല. നിനക്ക് നല്ല പറന്ന് കളിക്കുന്നില്ല. അയ്യോ എന്റെ ട്രൈബ് ലോയാലിറ്റി ഗായ്സ്. ബാക്കി ഗൈസ് ഇവ എന്റെ ചേട്ടന് ഉന്നില്ലാത്തത് ഉന്നില്ലടാ. ഞാൻ വീഡിയോയിൽ പെടുന്നും പറഞ്ഞ് ഞാൻ ഇത് മയിലെങ്ങാനും മന്ത്രത്തിലെങ്ങാനും. ഞാൻ ഷീൽഡ് വെച്ചിട്ടായിരുന്നല്ലോ. ആ ഗൈസ് ഏതോ കാട്ടിലെത്തി ഗൈസ് നമ്മളങ്ങനെ. എന്റെ നല്ലവനായ അനിയൻ. എടാ ട്രൈഡന്റ് എടുക്കലേട്ടാ എന്റെ. ഞാൻ നിന്നെ പോലെയല്ല. എന്റെ എക്യുപ്മെന്റ്സ് ഇതാണ് ഡോണ്ട് പ്ലേ വിത്ത് എപ്പിക് ഗെയിമർ. പിന്നെ ഞാനിത് ഇക്കാലത്തൊന്നും തുടങ്ങിയതല്ലേ. എപ്പിക് സാമ്രാജ്യം തുടങ്ങിയിട്ട് ഈ വലിയ വീട് വരെ. നീ വിചാരിക്കുന്ന ന്യൂബ് കളിയല്ല വെച്ചാൽ പ്രോ കളികളാണ്. കുറേ ബോൺമില് ഓക്കെ എവിടെ കൊണ്ട് വെറുതെ ഞാൻ മോജാങ്കിൽ ഈ പിഗിനെ വെച്ചിട്ടാണ് ഈ സ്ലീപ്പറിനെ ഉണ്ടാക്കിയത്. എനിക്കറിയോ? അവനില്ലാണെങ്കിൽ എൻ്റെ സീരീസ് എത്ര നന്നായി പോയെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ആർക്കും എൻ്റെ സീരീസ് ആർക്കുമല്ല, എനിക്ക് എല്ലാവർക്കും എൻ്റെ സീരീസ് ഇഷ്ടപ്പെടുന്നത് എനിക്കറിയാം. ആ ഗൈസ് പിന്നെ എനിക്ക് കമൻറ്റിലില്ലേ ഏതോ ഒരു ബംഗാളി അങ്ങനെ ഗൈസ് ഞാൻ പറയും. ഏതൊരു ബംഗാളി എന്തോ കമൻറ്റ് ചെയ്തു. എനിക്ക് ഹിന്ദി അറിയില്ല ഗൈസ്. ഞാൻ എന്ത് ചെയ്യാനാണ്? അല്ലേടാ ആ ബംഗാളി ആ ബംഗാളി എന്തോ അയച്ചു. എനിക്ക് ഹിന്ദി അറിയത്തും അവന് മലയാളം അറിയാത്തും എന്തോ നല്ലതാണെന്ന് തോന്നും. ജംഗിൾ ഈ ഫോറസ്റ്റ് മൊത്തം കാടാണല്ലോ. നമുക്ക് ചില ഇതൊക്കെ തെണ്ടികളിലൊക്കെ ഒന്നും അറിയട്ടോ. ഞാൻ വിടുമ്പോ ഒന്നും ഇത് പവറില്ല. അങ്ങനെ 1.5 കേട്ടോ. മരം കണ്ട പക്ഷേ ഞാൻ നിങ്ങളുടെ പൊട്ടല്ല. എനിക്കറിയാം നിങ്ങളുടെ മണ്ടത്തം ഹിന്ദി എന്ന് പറഞ്ഞാൽ ഹിന്ദി തന്നെ ടൈപ്പ് ചെയ്യണ്ടേ? ഇത് ഹിന്ദി മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം. ഇപ്പൊ മേരാന്ന് അതെ സോറി തെറ്റി പോയി. അത് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിരിക്കുക. ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിരിക്കുക. എന്താ നമ്മുടെ എഡിറ്റിംഗ് തിന്നാ നീ. ഞാൻ നിന്നെ ഇത് ചെയ്താൽ നോക്കിയപ്പോൾ നീ തിന്നല്ലത്. അപ്പോൾ കൈസ് അങ്ങനെ അപ്പോൾ ഞാൻ ഇന്നെ ഇത് ചെയ്യാൻ പോയിരുന്നു സാർ. റിപ്ലൈ വല്ല എനിക്ക് സൗകര്യമില്ല അങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്യാൻ പോയിരുന്നു സോവാട്ടെന്നൊക്കെ. അപ്പോൾ അവൻ അതെടുത്ത് കളഞ്ഞു കഴിച്ചു. പേടിച്ച് തൂറിപ്പോയി കഴിച്ചു അവൻ. വേറൊരുത്തൻ
എന്നോട് സെഫ്റ്റി ടാങ്ക് ഉണ്ടാക്കാൻ പറഞ്ഞു ഗൈസ്. സെഫ്റ്റി ടാങ്ക് ഉണ്ടാക്കി ആര് കോരും? AD ഗെയിമർ വന്ന് കോരുവോ? ഹൈപ്പർ ഗെയിമർ വന്ന് കോരുവോ? ഇത് ചെയ്താളെ ഞാൻ പറയുന്നില്ല. അങ്ങനെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ട് വരുന്നുണ്ട് ആളുടെ പേര്. നിങ്ങൾ ഗസ് ചെയ്യ് ഗൈസ്. ആരെയും മനസ്സിലാക്കി ഞാൻ ഗസ് ചെയ്യും. ചിലപ്പോ അതായത് എന്താ പറയാ സെഫ്റ്റി ടാങ്ക് ഉണ്ടാക്കാൻ പറഞ്ഞ ആരെയും കമന്റ് ചെയ്യും അതാരാണ്. അതിന് വായടാ ഞാൻ നോക്കിയപ്പോ ഏതൊരു കമന്റ് അപ്പൊ ഞാൻ ചോദിച്ചു എന്തോ വലിയ കാര്യമാണ്. എനിക്ക് എൻ്റെ ഫാൻസ് കമന്റ് ചെയ്തായിരുന്നു. പോയി നോക്കുമ്പോഴല്ലേ മനസ്സിലായേ സെഫ്റ്റി ടാങ്ക് ഉണ്ടാക്കാൻ. അല്ല എന്തിനാണ് ഇവിടെ നിന്നെ കൂടെ സെഫ്റ്റി ടാങ്ക് നിറയ്ക്കാനില്ലാണ്ട് കോരാൻ പറ്റുമോ? നീ പറഞ്ഞേ. എടാ നീ ഇൻവെർട്ടർ മൊത്തം നിറച്ചേ. നിന്റെ ഇൻവെർട്ടർ മൊത്തം നിറച്ചേ. മൊത്തം നിറച്ചോ? ഒരു സ്ലോട്ട് മാത്രം അല്ല, ഒരു സ്ലോട്ടല്ല, എല്ലാം നിറച്ചോ. ഓക്കെ പൂക്കണം. ഓക്കെ അല്ലേ വെയിറ്റ് ഞാൻ കുറച്ച് സാമ്പ് എടുത്തു തരാം. ഇത് ഓക്കെ 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 നീ എറിയ ട്രൈഡൻ്റ് എറി ദൂരത്തേക്ക് എറിയ. മരത്തി എങ്ങോട്ടെങ്കിലും എറി. എടാ നോക്കി നിന്റെ തലയുടെ ഉള്ളിൽ കൂടെ ഒക്കെ പോണ്. തലയോട്ടിയുടെ ഉള്ളിൽ ഇതൊന്ന് പമ്പരം കറങ്ങി ഞാൻ BGM ഇടാം ഗൈസ്. പമ്പരം കറങ്ങി ഞാൻ ഗൈസ് ഇപ്പൊ ഞാൻ BGM ഇടില്ല, കോപ്പിറൈറ്റ് കിട്ടും ഗൈസ്. പമ്പരം കറങ്ങി ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എവിടെയെങ്കിലും വെച്ചിട്ട് പോണ. നോക്കിയ നിന്റെ ബാക്കിൽ കൂടെ വരുന്ന പാവത്തിന് ലുട്ടാപ്പിയുടെ കോലും. AD ഗെയിമറിന്റെ കുന്തം പോയ കുടത്തിലും തപ്പണം എന്നല്ല എൻ്റെ വീട് കൊടുന്നില്ലാത്തോണ്ട് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് ഇതെങ്ങനെ ഇവിടെ എത്തി. ഇവിടെ എത്തി ഈ മൊട്ട. തങ്കച്ചന് ചെറുതായിട്ട് ഇതുണ്ട് ഗൈസ്. അയ്യോ തങ്കച്ചനോ എടാ തങ്കച്ചന് ചെറുതായിട്ട് ഇത് തന്നെ കഴിപ്പിച്ചാലോ. തങ്കച്ചൻ കണ്ടുപിടിച്ചോണ്ട് പോവാ. നിശ്ചിത തങ്കച്ചൻ ഞാൻ എത്ര റോക്കറ്റ് ഉണ്ടാക്കിയിട്ട് തനിക്ക്. എന്റെ തങ്കച്ചൻ എങ്കെ നമ്മളെപ്പോഴും വെതറിനെയൊക്കെ കൊള്ളണേ അടുത്തത് പോളടുത്ത് ഇവനെ കൊന്നാല ഇപ്പൊ പോയ കൊടുക്കുന്ന വിഷമോടാ. ഈ എപ്പിസോഡ് തന്നെ പോയി കൊന്നാല. എന്റെ ഫാം കണ്ട ഗൈസ്. ഇപ്പൊ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഫാമാണ്. അതിന് നിങ്ങൾ എനിക്കല്ല നിങ്ങൾ ജീവിച്ച് കണ്ടില്ല. ഇത് നമ്മൾ ആരാണ് നമ്മുടെ ഈ ഫാം ഡിസൈൻ ചെയ്തത്? പിന്നെ ഗൈസ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ചിലപ്പോൾ ഒരാളായിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗൈസ്, പേര് കണ്ടിട്ടുണ്ടാവും എനിക്കറിയില്ല. സൈലന്റ് വിസ്പർ ആണ്. അണ്ണൻ്റെ ഫാമുകളൊക്കെ സീനാണ് ഗൈസ്. അണ്ണൻ്റെ ആണ് ഗൈസ്. നമ്മുടെ മിക്ക ഫാമുകളും അണ്ണൻ ഉണ്ടാക്കിയ ഫാമുകളാണ് ഗൈസ്. അതിലൊരു ഫാമാണ് ഇത്. പിന്നെ ആളാണ് ഈ ബെഡ് റോക്കിൽ പ്രോ മറ്റേ ഫാം ഡിസൈനർ. ആളുണ്ടാക്കിയ ഫാമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അല്ലേടാ. അത് നിങ്ങളിപ്പോൾ ആരെങ്കിലും പുതിയ ബെഡ് റോക്ക് കളിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഫാം ഡിസൈൻ ചെയ്യാം. ഞാൻ ചെറിയൊരു അയൺ ഫാം ഉണ്ടാക്കി. 5 അയൺ 4 അയൺ അയൺ ഫാം സെറ്റ്. നിങ്ങൾ പറയും പിന്നെ എന്തിനാണ് അയൺ ഫാമിൻ്റെ സ്ഥലം ഉണ്ടാവും. ഇത്ര 11 അയൺ. ഇതുകൊണ്ട് എനിക്ക് ആൽവിൽ ഉണ്ടാക്കാം. എന്താണ് സ്പീഡ് ഞാട്ടോ
ട്രൈഡന്റ് എടുത്താ നീ എന്തോ ട്രൈഡന്റ് എടുത്താ നിന്റെ പിന്നത്തെ ഞാൻ പറയണം അപ്പൊ ഈ ഫാം വർക്കാണ് പക്ഷെ നീ ഒന്ന് പറഞ്ഞു കൊടുത്തേ പറഞ്ഞു കൊടുക്ക് തിരിക്കുന്നുണ്ട് തല കറങ്ങി പോയെ ഇത് ഫ്ലാറ്റാ അത് പറയുമ്പോൾ ഫോണാവുന്ന ഒലിച്ചു വരുന്നത് എനിക്ക് അത്ര അറിയാം നിങ്ങൾക്ക് ഇപ്പൊ വേണമെങ്കിൽ മറ്റേ ഇപ്പൊ ഫാം ഉണ്ടാക്കാം അല്ലേടാ ഞാൻ അങ്ങോട്ട് പോയാലോ യോ ആ ഫാമിന്റെ ഉള്ളിൽ കയറാണ്ടിരുന്നാ മതി ക്രീപ്പർ എങ്ങാനും പൊട്ടിയാ മോനെ നീ തീർന്നു വെറുതെ വെച്ചിട്ടാണോ ആ പിടിച്ചോളൂ പിടിച്ചോളൂ അവിടെ എന്താ അവിടെ ലേറ്റ് വെക്കട്ടെ അവിടെ സ്പൂണിങ് കുറയും ഒയ്യോണ്ട് ശർക്കര അടിക്കു പോയിക്കോട്ടെ ഈ ശർക്കര അടിക്കുവോ അയ്യോ മറ്റേ ശർക്കര ഞാൻ ആവശ്യമുണ്ടോ ഈ പ്ലാറ്റ്ഫോമിൽ ഇല്ല പിടിച്ചോ എടാ ശർക്കര ഞങ്ങൾക്ക് ശർക്കര എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കുറച്ച് സാധനങ്ങളില്ല പൊങ്ങി നമുക്ക് തീരത്ത് പൊങ്ങി എന്തുവാ പൊട്ടിച്ചിടണേ ഞാൻ അവിടെ വന്ന് തല്ലിട്ടാ ഓ ന്യൂട്ട് പിടിച്ച തെണ്ടി ചാവടാ എന്ത് സാധനോ നീ അല്ലാടിയും പോയി കൊള്ളി ഗൈസ് ന്യൂബുകൾ ഇതിക്ക് നമുക്ക് ട്രൈഡ് ഓക്കെ ഇതിന് 2 ട്രൈഡ് വേണം സ്പെല്ലിംഗ് 5 അയാൾ എൻ്റെ ഊട്ടിങ്ങില്ലാത്തോണ്ട് ഒന്നും കിട്ടില്ല പെങ്കിനടിച്ച് പെങ്കിനല്ല ഡോൾഫിൻ പെങ്കിൻ ഡോൾഫിനൊക്കെ മാറിക്കൊണ്ട് പിയൊക്കെ അറിയില്ലേ പെങ്കിൻ പിയും ഡോൾഫിൻ ഡി എന്ത് മനസ്സിലായി ഇപ്പൊ എന്തിനാ വെച്ചിരിക്കണേന്ന് ഞാൻ എന്ത് വെക്കുമ്പോഴും നല്ല ഈ ക്രിസ്തയോധനായിരിക്കും വെക്കുക എനിക്കില്ലാത്ത സാധനങ്ങളോ ഓ ഗൈസ് ഇവിടെ കണ്ട ഗൈസ് ഞാൻ ചെറിയൊരു മണ്ടത്തരം ചെയ്തു എൻ്റെ മുകളിൽ സ്ലാബായിരുന്നു വെക്കണ്ടേ ഞാൻ എൻ്റെ മുകളിൽ ബ്ലോക്ക് വെച്ച് സ്ലാബ് വെച്ചു എന്താണ് കയപ്പ് അത് എനിക്കുള്ളത് വേറെ ഞാൻ റോക്കറ്റ് സ്പാം ചെയ്ത് കളിയും എന്തുവാണ് ഫാൻസ് ഒക്കെ കുത്തി വെച്ചിരിക്കണ പട്ടി നോക്കുക മൾട്ടി കളർ ഫ്രണ്ട്സ് ഡിസ്കോ ഇത് എന്തിനാടാ ഈ ഫ്രണ്ട്സ് ആ ഇതിനുള്ള ശർക്കര ഉണ്ടാവില്ല ആ മുകളിലല്ലേ നിങ്ങൾ മുകളിൽ കയറും ആ ഇവിടെ സ്ഥലം കൊണ്ട് ഞാൻ പുതിയ സ്ഥലമൊക്കെ ഉണ്ടാക്കി നീ ചാടി അപ്പോഴേക്കും ബൂട്ടായി ഇവൻ ട്രൈഡന്റ് മുക്കി പിടിച്ച് നടക്കുകയാണല്ലോ എന്റെ വാളിന്റെ പവർ കാണുമ്പോ ആരുടെ വീടൊക്കെ ഉണ്ടാക്കി വെച്ച് കേൾക്കണം വൃത്തിയായിട്ടോ അയ്യോ റുഗ്ജലോ ഫോട്ടം പൊട്ടിച്ചു ഞാൻ 60 സബ്സ്ക്രൈബിന്റെ 60 സബ്സ്ക്രൈബിന്റെ എന്നിട്ടൊന്നേ 60 റോക്കറ്റാ ഒക്കെ എന്നെ മൂട്ടിട്ട് പിടിക്കും വീടൊക്കെ ഉണ്ട് വീടൊക്കെ ഉണ്ടാ ഈ മണ്ണിന് മുള്ള അങ്ങോട്ട് പറപ്പിക്കാൻ പറ്റും ഓടാ എന്റെ ഫോൺ ചൂടാവും ഞാൻ AF കേൾക്കുമ്പോ ഫോൺ ചൂടാവാണ്ടിരിക്കാനേ എന്റെ PC നിന്ന് കത്തും കണ്ട് എങ്ങനെ നോക്കട്ടെ എന്റെ വീട് വീട് കണ്ട് 22 അതെ 12 എനിക്ക് കണ്ടല്ലോ അത്
വില്ലേജ് കണ്ട വില്ലേജ് കണ്ടല്ലോ പകുതി. എങ്കിലേക്ക് ഇവിടുന്ന് പറപ്പിച്ച് ടീൻ്റെ വാഴ കണ്ട് ചുമ്മാ. അയ്യോ ലാഗ്. ഇതാണ് ഞാൻ പറഞ്ഞത് നിന്നോട് പണ്ടേ. അത് വേണ്ട അത് വേണ്ട. ഇതെന്തൊക്കെ ഈ പറയുന്നത് മാങ്ങാണ്ടിക്കുന്നത്. ഇനി നമ്മളെ പണി എന്ന് പറയുമ്പോൾ ഇന്റീരിയർ, പിന്നെ നമ്മളെ പ്രൊജക്ട് ബോർഡ്. പ്രൊജക്ട് ബോർഡ് ഇവിടെ പ്രൊജക്ട് ബോർഡിൽ നിന്ന് മാറ്റാൻ പാകും. ഞാൻ ഫസ്റ്റ് ഇവിടെ എന്താണ് അയണോ എന്തിനാ ഓ ശരിയാ. ഞാനത് അപ്ഗ്രേഡ് ചെയ്താലോ നമുക്ക്. ഇവിടെ അല്ലേ ഗൈസ് നമ്മുടെ ഫാം കാണുക. അപ്പൊ ഞാൻ ഇതെടുത്തിട്ട് ഒന്ന് നോക്കുമ്പോഴേക്ക് ഫാം അപ്ഗ്രേഡ് ആയേ. ഗൈസ് ഇന്ന് ഇവിടെ കുറച്ച് ഇതുണ്ട് ഗൈസ്. ഗൈസ് അണ്ടർഗ്രൗണ്ട് ബേസ് പൊട്ടിച്ചാലാ ചുമ്മാ. ഗൈസ് നമ്മുടെയൊക്കെ ഫാം ഇതായിരിക്കും ഗൈസ്. ഗൈസ് നമുക്ക് ഒരു പ്രൊജക്ട് ബോർഡ് കൂടെ വാങ്ങിക്കാം. ഇത്രയും ഉണ്ട് ഗൈസ്. തട്ടിയാലോ നമ്മൂട്ട ഇവിടെ നിന്നോ. എടാ എനിക്ക് തങ്കച്ചനെ വേണം. ഐ വാണ്ട് തങ്കച്ചൻ. യു ഗോ ബുൾഷിറ്റ്. ഇന്നെ എന്താണ് തങ്കത്തിന് പേരും വിലാസവും ഒക്കെ ഉണ്ട്. അതെന്റെ തങ്കച്ചനാണ്. നിന്നോട് ഞാൻ പറഞ്ഞത് വീടിന്റെ ഡോർ കുട്ടിയാണ്. ക്രിയേറ്റീവ് എങ്ങനെ ഫാം പണിയാണ്. ക്രിയേറ്റീവ് ആണെങ്കിൽ ഇത് വർക്കായില്ലേ നമ്മുടെ ചീപ്സ്. ക്രിയേറ്റീവ് ആക്കിയതാണെങ്കിൽ ചീപ്സ് വർക്ക് ചെയ്യില്ലേ.